മലയാള മനോരമ ദിനപത്രത്തിന്റെ പരസ്യത്തിനെതിരെ വ്യാപക വിമർശനമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. തിങ്കളാഴ്ച മലയാള മനോരമ പത്രത്തിന്റെ 1-ാം പേജിൽ നൽകിയ സ്വന്തം പരസ്യത്തിനെതിരെയാണ് വിമർശനം ഉയർന്നു വന്നിരിക്കുന്നത്. പത്രങ്ങൾ മാത്രമാണ് വിശ്വാസയോഗ്യമെന്നും ഒറ്റ ക്ലിക്കിൽ ലഭിക്കുന്ന ഓൺലൈൻ പോർട്ടലുകളും ടെലിവിഷൻ ചാനലുകളും ഒന്നും വിശ്വാസയോഗ്യമല്ല എന്നുള്ള തരത്തിലാണ് പരസ്യം കൊടുത്തിരിക്കുന്നത്. മുന്നിൽ വന്ന് മിന്നുന്നത് ഊഹാപോഹങ്ങളാവാം, കേൾവികളാകാം. ഏതായാലും സംഗതി ക്ലിക്കായാൽ മതി എന്നാണ് നിലപാട്. പത്രത്തിനുള്ള ക്ലിക്ക് വേറെയാണ്. ഫോട്ടോ ജേർണലിസ്റ്റുകൾ സത്യത്തിന് നേരെ തുരുതുര ക്ലിക്ക് ചെയ്യാം. ഞങ്ങളുടെ റിപ്പോർട്ടർമാർ സംഭവ സ്ഥലത്ത് നേരിട്ടെത്തും. കിട്ടുന്ന വിവരങ്ങൾ വാർത്താമേശയിൽ സൂക്ഷ്മമായി വിശകലനം ചെയ്യും, വിലയിരുത്തും. ധാർമ്മികതയുടെ ഉരകല്ലിലും അത് പരിശോധിക്കപ്പെടും. ഡിലീറ്റ് ബട്ടൺ ഞെക്കിയാൽ മാറുന്നതല്ല അച്ചടിയുടെ മഷിക്കൂട്ട്. അന്വേഷണങ്ങളും പരിശോധനകളും പഠനങ്ങളും നടത്തി ഒരു നീണ്ട ദിവസത്തിന്റെ പ്രയത്നമാണ് രാവിലെ വന്ന് മുട്ടി വിളിക്കുന്നത്. ഉണരൂ, സത്യമറിയൂ, മലയാള മനോരമ. സത്യം രാവിലെ അറിയാം. ഇതാണ് മനോരമയുടെ പരസ്യം തന്നെ. ഇത്തരം ഒരു പരസ്യത്തിലൂടെ മനോരമയുടെ തന്നെ ഉടമസ്ഥതയിലുള്ള വെബ് പോർട്ടലിലും ടെലിവിഷൻ ചാനലും ഒന്നും വിശ്വസിക്കാൻ കഴിയില്ല എന്നാണോ മനോരമ ഉദ്ദേശിക്കുന്നത്? മുതിർന്ന മാധ്യമപ്രവർത്തകനായ MP ബഷീർ അടക്കമുള്ളവർ മനോരമയുടെ പരസ്യത്തിനെതിരെ വിമർശനം ഉന്നയിച്ച് സമൂഹ മാധ്യമങ്ങളിൽ രംഗത്ത് വന്നിരിക്കുകയാണ്. അടുത്തു തന്നെ മനോരമ കുടുംബം മനോരമ ന്യൂസ് ചാനലിനെ തള്ളി പറയുമെന്നും അതല്ലാതെ മറ്റെന്താണ് ഈ പരസ്യം കൊണ്ട് മനോരമ കമ്പനി അർത്ഥമാക്കുന്നതെന്നും അദ്ദേഹം ചോദിക്കുകയാണ്. 2003 ഇന്ത്യ വിഷൻ വന്നപ്പോൾ മനോരമയ്ക്ക് പുച്ഛമായിരുന്നു. പുച്ഛം മാറി പരിഭ്രാന്തി പടരാൻ 1 വർഷമേ വേണ്ടി വന്നുള്ളൂ. മനോരമ പത്രമാണ് കേരളത്തിന്റെ ഒരേ ഒരു ചാനൽ എന്ന് ദേശീയ മാധ്യമങ്ങളിൽ വൻ പരസ്യങ്ങൾ ചെയ്തു നോക്കിയിട്ടുണ്ട് എന്നും അദ്ദേഹം എടുത്തു പറയുകയാണ്. എന്നാൽ 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇന്ത്യ വിഷൻ തൂക്കിയപ്പോൾ ധൃതിപ്പെട്ട് മനോരമ ചാനൽ തുടങ്ങിയെന്നും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. 2006 2-ാം പകുതിയിൽ ചാനൽ വരുന്ന സമയത്ത് ടുട്ടൂസ് ടവറിലെ ദാരിദ്ര്യം വിട്ട് പകുതി പേർ അരൂരിലെത്തിയെന്നതും പ്രമോദ് രാമൻ, ഷിബു ജോസഫ്, രാജീവ് ദേവരാജ്, ഷാനി പ്രഭാകർ, ജയമോഹൻ അങ്ങനെ ചാനൽ നടത്തി പരിചയമുള്ള പ്രൊഫഷണലുകളെ എല്ലാം വലവീശി പിടിച്ചെങ്കിലും നടത്തിപ്പിന്റെ നേതൃത്വം ഏൽപ്പിച്ചത് സ്വന്തം തോട്ടക്കാരെയാണെന്നും അതായത് അച്ചായന്റെ ഒരു രീതിയാണ് എന്നും MP ബഷീർ വിമർശിക്കുന്നുണ്ട്. തോട്ടക്കാരും തുമ്മിമാരും ചേർന്ന് 2 പതിറ്റാണ്ട് ഒരു ചാനൽ നടത്തിയെന്നും 1-ാം സ്ഥാനത്തിൽ കുറഞ്ഞ ഒന്നുകൊണ്ടും തൃപ്തിപ്പെടാത്തവർ ഇപ്പോൾ 5-ാം സ്ഥാനത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിലാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ചാനൽ നടത്തി 19 വർഷം പിന്നിടുമ്പോഴാണ് സത്യം അറിയാൻ പിറ്റേന്ന് രാവിലെ വരെ കാത്തിരിക്കണമെന്ന് മുതലാളിക്ക് തോന്നുന്നതെന്നും MP ബഷീർ എടുത്തു പറയുന്നുണ്ട്. MP ബഷീറിന്റെ പോസ്റ്റിന് മാധ്യമപ്രവർത്തകനും മനോരമ ന്യൂസിന്റെ മുൻ റിപ്പോർട്ടറും നിലവിൽ ഏഷ്യാനെറ്റ് ന്യൂസിലെ ചീഫ് റിപ്പോർട്ടറുമായ KC ബിബിൻ ലൈക്ക് ചെയ്യുകയും കമന്റ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. MP ബഷീറിന്റെ പോസ്റ്റിലെ ചില കാര്യങ്ങളിൽ യോജിപ്പില്ല എങ്കിലും അവസാന പാരഗ്രാഫിനാണ് ലൈക്ക് എന്നുമാണ് അദ്ദേഹം പറയുന്നത്.